കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നോമ്പുകാല ചിന്തകളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമുണ്ട്. നമ്മുടെ കൈകളിലേക്ക് ലോകം കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദൈവമക്കൾ, ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോഴും പിശാച് മനുഷ്യരെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കീഴ്പ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, പൈശാചി ശക്തികൾക്ക് ഒരിക്കലും ആയുധമില്ല. അവർ ഏത് സാഹചര്യത്തിലും മനുഷ്യരെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കീഴ്പ്പെടുത്തുന്നത്. മനുഷ്യൻ്റെ ചിന്തകളിലേക്ക് അവർ നിരാശപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന, ഇനി ജീവിക്കേണ്ട, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ, അസ്വസ്ഥതകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് പലതരത്തിലുള്ള തന്ത്രങ്ങളിലൂടെ. ദൈവമക്കളെ, തിന്മയുടെ ശക്തികളെ എതിർത്ത് നിൽക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയും നന്മ ചെയ്യലുമാണ്. ഈശോ അത് നമുക്ക് കാണിച്ചു തന്നു. നന്മ പ്രവൃത്തികളിലൂടെ, പ്രാർത്ഥനയിലൂടെ എങ്ങനെ ലോകത്തെ കീഴ്പ്പെടുത്താമെന്നുള്ളത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന യുഗത്തിൽ ഒരു കോമ്പറ്റീഷൻ, ഒരു കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് പഠിച്ചെത്തണം, ബിസിനസ് മേഖലകളിൽ ഒന്നാമതെത്തണം, പണത്തിൻ്റെ പേരിൽ, വീടുകളുടെ പേരിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും, ജോലിയുടെ മേഖലകളിലാണെങ്കിലും ഒരു കോമ്പറ്റീഷൻ, ഒരു മേഖല നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. ഇന്ന് നമ്മുടെ സമൂഹം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലാണോ, മറ്റുള്ളവരെ ഉയർത്തുന്നതിലാണോ, അല്ലെങ്കിൽ തരം താഴ്ത്തുന്നതിലാണോ, ബഹുമാനിക്കുന്നതിലാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിലാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, അല്ലെങ്കിൽ സഹപ്രവർത്തകരിലാണെങ്കിലും എവിടെയും തരം താഴ്ത്തി, കുറ്റപ്പെടുത്തി, നിന്ദിക്കുന്ന ഒരു സാഹചര്യം. ദൈവമക്കളെ, തമ്പുരാൻ്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. പരസ്പരം ബഹുമാനിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും നമ്മൾ മുന്നോട്ട് നിൽക്കാൻ. ദൈവമക്കളെ, ഈ നോമ്പ് കാലത്തിൽ ഈശോ നമ്മളെ സ്നേഹിച്ചു, മാറോടണച്ചു, രക്തം നൽകി, പിളർക്കപ്പെട്ട്, ക്രൂശിക്കപ്പെട്ട്, മരണത്തെ ജയിച്ച്. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ നന്മ കണ്ട്, നന്മ പറഞ്ഞ്, സ്നേഹിച്ച്, മുറിവുകൾ ഉണക്കേണ്ടടുത്ത് മുറിവുകൾ ഉണക്കി, സൗഖ്യപ്പെടുത്തേണ്ടടുത്ത് വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ സൗഖ്യപ്പെടുത്തുന്ന മക്കളായിട്ട് മാറണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്കറിയാം, വ്യഭിചാര കുറ്റത്താൽ പിടിക്കപ്പെട്ട ഒരു മകളെ യേശുവിൻ്റെ സന്നിധിയിൽ ദൈവജനർ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, എല്ലാവരും അവളെ കല്ലെറിയുവാൻ വേണ്ടിയിട്ട്, മോശയുടെ നിയമത്തിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കല്ലെറിയുവാൻ വേണ്ടിയിട്ട് കല്ലുകളുമായിട്ട് അവർ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നിയമം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ നിയമമാണ്. ആരെയും വിധിക്കാതെ, തരം താഴ്ത്താതെ, കുറ്റപ്പെടുത്താതെ, നിന്ദിക്കാതെ ചേർത്ത് പിടിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു നിയമം മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ നിയമം എന്ന് പറയുന്നത്. ദൈവമക്കളെ, ഇത് യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് അവർ ഒരു പാപിനിയായ ഒരു മകളെ യേശു സന്നിധിയിൽ വ്യഭിചാര കുറ്റത്താൽ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് യേശുവിനെ അപമാനിക്കുവാൻ. യേശു എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യേശുക്രിസ്തു അവരുടെ ആലോചനകളെയും ലക്ഷ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് അവരെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കല്ലെറിയട്ടെ. ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം മക്കളെ, നമ്മൾ മറ്റുള്ളവരെ തരം താഴ്ത്തുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, നിന്ദിക്കുമ്പോൾ, നമുക്കറിയാം പരിഹസിക്കുമ്പോഴൊക്കെ നമ്മൾ ആരാണ്? അന്യനായ നമ്മെ, അയോഗ്യനായ നമ്മെ യോഗ്യനാക്കി, അവകാശിയാക്കി മാറ്റിയ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് സത്യം നമ്മൾ തിരിച്ചറിയുക. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അവന് ഇത് പറഞ്ഞതിന് ശേഷം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, അവൻ നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ഈ എന്തിനു വേണ്ടിയിട്ടാണ് യേശു കർത്താവ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ മനോഭാവം ഇതാണ്, ആരെയും വിധിക്കാതിരിക്കാൻ. പക്ഷേ ഈ കർത്താവ് അവരുടെ ആലോചനകളും ലക്ഷ്യങ്ങളെയും മനസ്സിലാക്കി അവർ കൊണ്ടുവന്ന കല്ലുകളുടെ വലുപ്പം ഈശോ കണ്ടു. പ്രിയപ്പെട്ടവർ, ഈശോയ്ക്കറിയാം അവരെത്രമാത്രം പാപത്താൽ ക്ലേശിക്കുന്നവരാണെന്ന്. പക്ഷെ അവരെ തന്നെ തിരിച്ചറിയാതെ, സ്വന്തം കണ്ണിൽ വലിയ തടിക്കഷ്ണം കാണാതെ, മറ്റുള്ളവരുടെ കണ്ണിൽ ചെറിയ കരട് കണ്ടുകൊണ്ട്
പാപിനിയായ ആ മകളെ ഈശോയുടെ വ്യഭിചാരത്തെ കുറ്റത്താൽ ആ മകളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈശോ അവർ കൊണ്ടുവന്ന കല്ലുകൾ, പാപത്തിൻ്റെ കല്ലുകൾ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും കല്ലുകൾ താഴെയിട്ട് തിരിച്ചുപോയി. ദൈവം അവർക്ക് വെളിപ്പാടുകൾ കൊടുക്കുകയാണ്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് അവരുടെ ആലോചനകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദൈവം പറയുകയാണ്. തന്നെ എറിയുന്നവരെ ഒരു നോട്ടം കൊണ്ട് പോലും അപമാനിക്കുവാൻ തിരുവചനം നമ്മൾ പഠിക്കും. നിന്ദിക്കുവാൻ ഈശോ ആഗ്രഹിച്ചില്ല. ഈശോയുടെ മനോഭാവമാണ്. എല്ലാവരും പോയതിന് ശേഷം ഈശോ മകളെ നോക്കി പറയുകയാണ്, ആരും നിന്നെ വിധിച്ചില്ല, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോവുക. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് തരുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. സ്നേഹത്തിൻ്റെ മക്കളായി മാറുവാൻ, കാരുണ്യത്തിൻ്റെ മക്കളായി മാറുവാൻ, സമാധാനത്തിൻ്റെ ഉപകരണമായിട്ട് മാറുവാനാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, ഈ നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ സ്നേഹിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതിനും നമ്മുടെ ജീവൻ്റെ ഉടയനുമായ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന എന്താണ്? സ്നേഹത്തിൻ്റെ മാതൃക മാത്രമാണ്. നിന്നെ ആശ്വസിപ്പിക്കുവാൻ ദൈവം മാത്രമേ ഉള്ളൂ. മക്കളെ, തകർന്നു പോയതിനെ പണിതുയർത്തുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പൈശാചിക തന്ത്രങ്ങളെ നമ്മൾ വിജയിക്കണം. മക്കളെ, നമുക്കറിയാം, ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ നമ്മൾ നോക്കുമ്പോൾ അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്, ഒരു കാരണമുണ്ട്. അബ്രാഹാം പണത്തിന് വേണ്ടിയിട്ടല്ല ദൈവത്തെ സ്നേഹിച്ചത്, മറിച്ച് ദൈവത്തെ നോക്കി ഈ ലോകത്തിലൊന്നും ആഗ്രഹിച്ചില്ല. പക്ഷേ സമൃദ്ധമായിട്ട് ദൈവം കൊടുത്തും ഒരു വലിയ ജനതയാക്കി. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം കൂടെയുണ്ടെന്നും ഏത് സാഹചര്യത്തിലും ഭൗതിക മേഖലയല്ല, ആത്മീയ മേഖല. പ്രിയപ്പെട്ടവരെ, ലോത്തിന്റെ ജീവിതത്തിൽ ലോത്ത് പരാജയപ്പെട്ടതിൻ്റെ പിന്നിലും ഒരു രഹസ്യമുണ്ട്, ഒരു കാരണമുണ്ട്. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പിന്നിലും ഒരു കാര്യമുണ്ട്, ഒരു രഹസ്യമുണ്ട്, ഒരു കാരണമുണ്ട്. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് മാറിയതിൻ്റെ പിന്നിലും ഒരു കാര്യമുണ്ട്. മക്കളെ, നമ്മൾ ഓരോ മക്കളുടെ ജീവിത പരാജയങ്ങളും വിജയങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ നോക്കിയവരെ, ദൈവം തൊട്ടവരെ, ദൈവം അനുഗ്രഹിച്ചവരെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തോടൊപ്പം യാത്ര ചെയ്തവരെ ദൈവം ഒരിക്കലും പരാജയപ്പെടുത്തിയിട്ടില്ല. ദൈവമക്കൾ, ഈ ഒരു നോമ്പ് കാലം നമ്മൾ ക്രൂശിക്കപ്പെട്ടവനോടുകൂടി യാത്ര ചെയ്യുമ്പോഴും മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത യേശു കൂടെ നടന്നവനാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ളൊരു എടുത്തുചാട്ടമായിരിക്കണം ഈ ഒരു നോമ്പ് കാലം. നമ്മളെ തന്നെ തിരിച്ചറിയുക. മക്കളെ മറ്റുള്ളവർ വിധിക്കാതെ, അപമാനപ്പെടുത്താതെ, തരം താഴ്ത്താതെ സ്നേഹിക്കുക, മാറോട് ചേർത്തടിക്കുക, കരം നീട്ടുക, സൗഖ്യപ്പെടുത്തുന്ന വാക്കുകളായിട്ട് മാറട്ടെ. നന്മ ചെയ്യുന്ന കരങ്ങളായിട്ട് മാറട്ടെ. നന്മ ചെയ്യുന്ന ആദരങ്ങളായിട്ട് നമ്മുടെ ജീവിതം മാറട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.